ശബ്ദം വേറെ കേൾക്കണു. ഇതാ നീ എവിടെ പറഞ്ഞ അതെ പാതിരാക്കി കിടന്ന് നടക്കേണ്ട കാര്യം കേട്ടോ. എന്നിട്ട് മോളിൽ കൂടെ വീമാരൊക്കെ പോകുന്നുണ്ട്. ഏത് നേരത്താണ് പോകും കൂടെ ആകെ പെട്ടിട്ട് ഞാൻ വന്നേക്കണിട്ടാ. ഇത് പോകുമ്പിട്ടതൊക്കെ ആകെ നരച്ചിരിക്കുന്നത് കൊണ്ടിട്ട് പിന്നെ മുടിയൊക്കെ ആകെ നരച്ചിട്ടുണ്ടല്ലോ. അപ്പോ ഈ നല്ല പരിപാടിയിലേക്ക് ഇവിടെ ബാലവിടെ ബാലൻ ഒരു കാലൻ അങ്ങനല്ലേ തലമുടി വീരൻ അങ്ങനല്ലേ. അപ്പൊ ഇതാ പാവ ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞു പാവല്ല ഇത് പാവല്ലാത്ത. അപ്പൊ അങ്ങനെ വടക്കനാര് വാദിക്ക്. അപ്പൊ നീ പോയി നോക്കുക. ഞാൻ വിളിക്കുമ്പോ നോക്കുക വരില്ലേ. ഓ പാകിസ്ഥാനില്ലല്ലോ അങ്ങനെ. അപ്പോഴോ ഈ നല്ല തറവാട്ടിലേക്ക് വടക്കിനാര് വാദിക്കലിക്ക് മുത്തപ്പേട്ടൂര് വന്നിട്ടുണ്ട്. സന്തോഷായില്ലേ? ഏതാ വേണോ താൽപ്പാള് അടുത്ത കൊല്ലം ഞാൻ വരാട്ടോ. കാണണം. ആരടിക്കുന്നുണ്ട് അടുത്തോലൊക്കെ കാണട്ടോ. അങ്ങനെ അടുത്തൊന്നും പല്ലൊക്കെ എന്നുവെച്ചാൽ പല്ലിന്റെ കറിയും മുടിയുടെ കളർ പറയുമല്ലേ. അപ്പൊ ഈ നല്ല തറവാട്ടിലേക്ക് വടക്കിനാര് എന്താ ഇതിന്റെ മുകളില് ആകെ തോരനുള്ളത് അല്ലേ? അല്ല ഫുഡ് ബാക്കി ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ? ഇതൊക്കെ ഞാൻ ഭക്ഷണമൊക്കെ ഒന്ന് രണ്ടാം ഭക്ഷണമെങ്കിലും കണ്ടു. അപ്പൊ ഞാൻ സാമ്പാറിന് വെച്ചപ്പോ സാമ്പാർ കഴിഞ്ഞിട്ടാ. പക്ഷെ രണ്ടാമത് കഴിച്ചിട്ട് പോയിന്ന് അവര് പറഞ്ഞേക്കണേ. ആ രണ്ടാമത് ഇവരില്ലേ? അതല്ലേ അവര് നമുക്ക് അതല്ലേ? ഓ എന്റെ തേങ്ങ നോക്കുന്നത് എന്തൊരു ഭംഗിയല്ലേ. ഇഷ്ടായില്ലേ? നീ പറയണ്ടോ. നിനക്ക് പ്രായമായിട്ടില്ല അത് പറയണ ഞാന്. അപ്പൊ ഈ നല്ല തറവാട്ടിലേക്ക് വടക്കിനാര് വാദിക്കലേക്ക് മുത്തപ്പെടുന്നത് തോന്നുന്നുണ്ട്. വരണ്ടേ? അത് വരണെന്ന് പറഞ്ഞ കുക്കിങ്ങൊന്നും കൂടുതലല്ലോ. അതല്ലല്ലോ. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് ഇവിടെ കോഴിക്കൂട്ട് കാര്യങ്ങളുണ്ട്. ഇത്ര കരാറിനെടുക്കുക ഇതിന് പൈസക്ക് കൂലിയാണത്. ആ അല്ല ആരായിട്ട് യുദ്ധം നടത്തുന്നൊക്കെ മനസ്സിലായി. ആ പാകിസ്ഥാനിൽ ഞാൻ ആ തോക്കല്ലോ. ഇതൊക്കെ ആകെ പേടിച്ചിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഏത് നേരത്തെ പണ്ടാറക്കാലം ഇങ്ങനെ ഈ ബോംബ് പണ്ടാരങ്ങൾ ഇടാൻ അറിയാൻ പറ്റില്ല. ആ അങ്ങനെ ഈ നല്ല തറവാട്ടിലേക്ക് മുത്തപ്പനോട് വന്നാല് മുത്തപ്പനോട് കോഴിക്കൂട്ടും കാര്യങ്ങളുണ്ട്. ഇത്ര അത് വേണ്ടേ? അത് വേണ്ടേ? അല്ല അത് ഉറങ്ങാനത്ര കൂലി ഇതൊക്കെ ഉറങ്ങാൻ വേണ്ടിട്ട് കൂലി കൊടുത്ത് ഇന്നു വിട്ടുള്ളൂ. ഇതൊക്കെ ഞാൻ എത്ര വേണമെങ്കിലും കിടന്നുറങ്ങാം. ഇതെന്താ
എന്നിട്ട് എന്റെ വീട്ടിൽ മാറാതെ പറ്റുന്ന സാധനം അതൊക്കെ ഓർമ്മ അതല്ലല്ലോ അങ്ങനെ ഓർമ്മ തന്നെ കൊണ്ടല്ലേ ഇവിടെ കൊണ്ടിട്ടില്ലല്ലോ നീ പാകിസ്ഥാനി സത്യം പറഞ്ഞോ അങ്ങനെ അങ്ങനെ ഇവിടെ കോഴിക്കൂട്ടും കാര്യമുണ്ട് കോഴിക്കൂട്ടുണ്ടോ അപ്പൊ ഞാൻ കാര്യം ചോദിച്ചോട്ടെ തോട്ടുംപുറത്ത് ആരും കല്യാണം കഴിഞ്ഞില്ലേ മംഗളത്ത് തറവാട് അപ്പൊ അല്ല ഞാൻ ചോദിച്ചോട്ടെ ഇപ്പുറത്തേക്ക് പോണ തോടാണോ അപ്പുറത്തേക്ക് പോണ തോടാണോ ഏത് മംഗളം അതെ അങ്ങോട്ട് പോണ തോടാ പുറത്ത് പോണ തോടാ അങ്ങനെ തോട്ടുംപുറത്ത് അല്ല പുറത്താണോ മംഗളത്ത് തറവാട് തോട്ടുപുര പുര ഞാൻ ഊട്ടുപുര കേട്ടില്ല അതല്ലല്ലോ തോട്ടുംപുര അല്ലേ മംഗളത്ത് തറവാട് എന്റെ അമ്മ എളുപ്പമല്ലാത്തത് ആ കാവ്യമാധവൻ സിനിമകളൊന്നുമില്ല അങ്ങനെ കാവ്യമാധവനും കണ്ടെക്കണം ഞങ്ങൾ ഇത് വയസ്സായല്ലോ ഏത് പൂള പൊട്ടി സാധനം അങ്ങനെ അങ്ങനെ ഈ തറവാട്ടിലേക്ക് വന്ന് ഇവിടെ മുത്തപ്പ് വന്നാൽ ഇവിടെ കോഴിക്കൂട്ടി കാരാതിരുന്നുണ്ട് ഇത്ര അത് ചെയ്യണ്ടേ മക്കളെ വേണ്ടേ നാളെ ഞാൻ വരുമ്പോൾ മരുന്നൊക്കെ വരാം കാശിലേക്ക് വരുമ്പോ കട്ടയിലേക്ക് മരുന്നൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ കൊണ്ടുവരാം അപ്പൊ ഇവിടെ കോഴിക്കൂട്ടി കാരാതിരുന്നുണ്ട് അപ്പൊ വീട്ടില് കാണാം അത് കൊണ്ടുവരാം ഇത് കൊണ്ടുവരാം 1008 ചെറുതിരി കൊണ്ടുവരാം എല്ലാം ഉണ്ട് കഞ്ഞുകൾ കല്ലും ചാറേ ഞാൻ കാഴ്ച ചാരയാക്കി കളറേ കളറ ഫുൾ കളറാണല്ലേ അല്ല പിന്നെ എന്തൊക്കെ നീ ഇൻസ്റ്റാഗ്രാമിന്റെ കാലം ഫുൾ കളറാ അപ്പൊ അത് നമ്മൾ നിക്ഷേപിക്കാൻ പാടില്ലേ അതല്ലേ അതല്ല നിനക്ക് എത്ര അക്കൗണ്ട് ഉണ്ട് അതില്ല നിന്റെ പേരെന്താ അല്ല പേരുന്നിട്ട് നമ്മുടെ പേര് നിന്റെ പേരിട്ടാ അപ്പൊ അക്കൗണ്ടിന് പേരോ പക്ഷെ ഞാൻ നോക്കിയപ്പോ ദിവസമാണല്ലോ അതല്ലേ നിന്നെ കണ്ടു പഠിക്ക അങ്ങനെ ഇവിടെ വന്നിട്ട് ഞാൻ അതൊന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പോണില്ല ഇവിടെ എന്റെ കാര്യം നോക്കിയത് ആ 2 കാലം കൂട്ടി കെട്ടിയപ്പോ അങ്ങനെ അപ്പോഴോ ഈ നല്ല തറവാട്ടിൽ വന്നിട്ട് കോരി കൂട്ടുണ്ടേ ഇത് കാണുന്നുണ്ടല്ലോ ഞങ്ങളുടെ അവിടെ ഒരു സ്ഥാപനമുണ്ട് അപ്പോൾ അല്ല അതൊന്നും ചെയ്യണം അങ്ങനെ അങ്ങനെ ഞാൻ സ്ത്രീ വലിയ ആളാണ് ഞാൻ അതെ രക്ഷപ്പെട്ടാണ് ഞാൻ എന്നിട്ട് എന്തൊരു പെൺകുട്ടിയില്ല അതിനെ കൊണ്ട് ഞാൻ കാണിച്ചത് എന്നിട്ട് എത്ര മാസം എനിക്ക് പ്രശ്നമില്ല ഞാൻ ഓടി വെച്ച് നിനക്ക് എത്ര മാസം നിനക്ക് എത്ര മാസം അപ്പൊ നമുക്ക് അത് കണക്കൂട്ടാൻ പറ്റില്ല അത് കണക്കൂട്ടി എന്റെ പൊന്നെ എത്ര മാസത്തെ കണക്കൂട്ടിരിക്കുന്നത് അല്ലേ പാത്രങ്ങളൊന്നും ഞങ്ങൾ വേറെ കളർ പോയിട്ട് അങ്ങനെ ഞാൻ ചുറ്റും പറഞ്ഞിട്ട് എന്തായാലും നീ ഈ കളറ് കളർത്തിട്ട് നല്ലോ ഏത് രാത്രിയിൽ ഇവിടെ കാണാലോ ഞാൻ പറഞ്ഞ പറയില്ലായിരുന്നു കുട്ടികൾക്ക് കളർ നോക്കിയാ ഞാൻ നമ്മ പറയില്ല അങ്ങോട്ട് പോരുത്താ അവിടെ പാമ്പുണ്ട് ആ പാമ്പൊന്ന് കൊത്തും കളർത്തുന്നല്ലേട്ടാ അങ്ങനെ അങ്ങനെ ഞാൻ എന്താ കോഴി കൂട്ടി കിടക്കപ്പോ എന്റെ മുത്തന്മാരെ കൊണ്ടുപോകാ അപ്പൊ
ഈശ്വരാ ഇവിടെ ആകെ എന്തൊരു കരകര ശബ്ദം ഹെലികോപ്റ്റർ വരുന്നുണ്ട് ഈ പേരായിട്ട് ചിന്തത്തിന് ഹലോ കേട്ടോ 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 അങ്ങനെ ഓ ആ കുട്ടികൾ അവനാണ് എന്റെ മുകളില് നല്ല സുഖാണല്ലോ നടക്കാൻ പോലും ഉണ്ടാവില്ല ഇത്ര സുഖം അങ്ങനെ ഈശ്വര ഈശ്വര മലവാട്ടം കഴിഞ്ഞിട്ട് അത് കെട്ടി കൊടുക്കണ അങ്ങനെ നമ്മുടെ കാരണന്മാരൊക്കെ ഉണ്ട് തോട്ടുപുരം മംഗലത്ത് ആ കൂട്ടുപുരം ഞാൻ കേട്ടാൽ മതി തോട്ടുപുരം മംഗലത്ത് അല്ലേ അപ്പൊ തോട്ടുപുരം മംഗലത്ത് പറഞ്ഞിട്ടുള്ള മുത്തപ്പ എഴുന്നള്ളി വന്നാലും ഇവിടെ കോഴിക്കൂട്ടി കാര്യങ്ങളുണ്ട് അപ്പൊ ഞങ്ങൾ കോഴി കൂട്ടാൻ നിൽക്കാം അപ്പൊ ബാക്കിയുള്ളത് ഞാൻ പിന്നെ പറയാം പോരാ മതിയില്ലേ ഉള്ളതല്ലോ കൈനാളല്ലോ അങ്ങനെ അങ്ങനെ അപ്പൊ ഈശ്വര ഇവിടെ തിരി കത്തിച്ചിട്ടില്ലല്ലോ ആ കണ്ട ഫാനിന് പിന്നെ തിരി കടാണ്ടിരിക്കൂ ഈ ഫാൻ്റെ വാടകയും പിന്നെ മുപ്പത്തിനൊരു വഴവ് നോക്കൂ മുപ്പത്തിനൊരു വഴവോട് അത് ഇങ്ങനെ ഉറക്കാനൊക്കെ പറയാൻ പറ്റില്ലല്ലോ അതാണ് ഞാൻ പറയണത് അപ്പൊ അത് ചെമ്പരത്തി നീര് ചെമ്പരത്തിയുടെ പൂല് നീര് എണ്ണ ചേട്ടാ അത് എണ്ണ കേട്ടാ അത് കഴിഞ്ഞത് കുടിച്ചാ ബാക്കിയുള്ളത് അത് ബ്രാൻഡേജ് കുടിച്ചിട്ടുണ്ടാവേ അത് ഞാൻ ആലോചിക്കണം ബാക്കി ഉണ്ടോ ആ കട്ടുള്ള കാണിച്ചേ ആ ആ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ അങ്ങനെ ഈശ്വര ഈശ്വരന്മാരെ വിളിക്കാൻ ഇത്ര ധൃതിയായിട്ട് വേറെ ഒന്നുമില്ല ഇതിനെ കാണുമ്പോ ഞങ്ങളുടെ ആ നല്ല പേരൊന്നും പറയും തെറ്റുകൂടി അമ്മക്ക് അങ്ങനെ എന്താ അങ്ങനെ ഇത് കഴിഞ്ഞില്ലേ ചേട്ടൻ വിളിച്ചു കഴിഞ്ഞില്ലേ മതി 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 ഇവിടെ അതെന്താ ഞാൻ നോക്കണത് താജ്മഹൽ കണ്ടത് ഒന്ന് കത്തിച്ച് വെക്കുന്നത് ലച്ചക്ക് ഇവിടെ എന്തെങ്കിലും കോഴി കൂട്ടാൻ വേണ്ടിട്ടാ ആവോ ഇത് വന്നങ്ങള് ഇവിടെ ആയുണ്ട് എന്ത് പോലെ മനസ്സിലായത് ആപത്തില്ല അനർത്തില്ല ഒന്നുമില്ല ഇല്ല ചേട്ടാ പണിയുണ്ടോ അപ്പൊ അതിന് മനസ്സിലാക്കാൻ പണിയില്ല അങ്ങനെ അങ്ങനെയോ അപ്പൊ ഞമ്മടെ കോരി കൂട്ടുണ്ടോ എങ്ങനെ ഞാൻ ഈ പാത്രത്തിൽ പറയാം അപ്പൊ നമ്മള് നോക്കണ്ട അപ്പൊ ഈ ശബ്ദം കേൾക്കും പേടിയാ ഹെലികോപ്റ്റർ വരും പറയാനൊക്കെ മോനെ ഓക്കെ അല്ലേ കണ്ണല്ലേ കൈമടിക്ക് അങ്ങനെ ഈശ്വര ഓ തോട്ടുപുര മംഗളത്തിൽ തറവാട്ടിലെ മൊത്തക്കാരെല്ലാവരെ പന്തലിന് ഇത്ര പറയണം അങ്ങനെ ഞാൻ ഈശ്വര അങ്ങോട്ട് നോക്കണ്ട പിന്നെ മോളത്തിൽ നോക്കുമ്പോ പന്തലിൽ കാണുന്നത് കാറ്റിന് നോക്കുമ്പോ കാറ്റിന്റെ അരിയിൽ കാണാം മഴ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മഴക്ക് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നീന്തായിരുന്നു നിനക്കറിയില്ലേ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് ഞാന് മറ്റേ ബ്രാൻഡിന്റെ കുട്ടികളെ പോലെ അതും ഞങ്ങളില്ല ഞങ്ങളിപ്പോ ഈ പ്രാവശ്യം ജനിച്ചിട്ടുള്ള ഞാൻ ആ മഴക്ക് കിടന്നിട്ട് ഞാൻ അങ്ങോട്ട് ബ്രാൻഡിന്റെ പോലെ പോവാ അവിടെ മഴ പെയ്യ അവിടെ നിന്ന് പോവാ അപ്പൊ ഞാൻ ഇങ്ങനെ പോകും ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോ ഇവിടെ നിന്ന് വീണ്ടും ഒരു കരിച്ചിട്ട് പോലെ എന്നൊരു അങ്ങോട്ട് കിടന്നു നോക്കായിരുന്നു ഞാൻ നമുക്കത് അറിയില്ലത്
ചണ്ട കൊണ്ടുവന്ന് വെച്ചിട്ട് അതിന്റെ മുകളിൽ തട്ടഞ്ഞത് അങ്ങനെ ഞാൻ കോരി കൂട്ടിട്ട് നമുക്ക് ഇഷ്ടംപോലെ സമയം ഞാൻ തരട്ടെ എങ്ങാടി അതിന് നോക്കുന്ന പാടത്തണം ആമരിക്കണ പോലെ അങ്ങനെ ഈശ്വര ഇത് കഴിഞ്ഞിട്ട് ആ വെളിച്ചം വേണം ആ ശരിയാ അപ്പൊ ഈശ്വര ഈശ്വര അപ്പോഴാണ് അവര് വരിക. പാകിസ്ഥാനിയാ ഈശ്വര അവിടെ അങ്ങനെ വേണ്ട. അങ്ങനെയാണല്ലേ ആ ഇതൊക്കെ ആകെ പേടിയോട് കൂട്ടിട്ട് ഞാൻ ഇവിടെ പേടിന്റെ കാര്യം ഇവിടെ എന്താ ആര് പാകിസ്ഥാനിൽ പാകിസ്ഥാൻ വന്നിട്ട് ഭാരതങ്ങൾ കേട്ടു അങ്ങനെ പറഞ്ഞ കാര്യം അങ്ങനെ എന്തായാലും എന്റെ കാരണവരെ ഞാൻ വിളിക്കട്ടെ അപ്പൊ ഈശ്വര ഈശ്വര ഉദിച്ചു വരുന്ന ഭഗവാനെ 10000 പടക്കതിര് ആറന്മാരെ 100 ദേവന്മാരെ ആറന്മാര് 100 ദേവന്മാരും മനം കറുത്ത് മനം മുറിച്ചുണ്ടാക്കി നിൽക്കണേ ശ്രീ ഈശ്വര ദേവദേവേ ഇതൊക്കെ ആകെ വിഷമത്തിലോ അത് പൂണ്ടിട്ടാ അത് ഒളിച്ചെടുക്കുമല്ലോ അത് ബാഗൊക്കെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് ആ ഒളിച്ചു പോവില്ല ആ അങ്ങനെ പെട്ടെന്ന് പോവില്ല ഇതൊക്കെ ആകെ കൂടി പേടുന്നത് ഏറ്റവും സാധനമുള്ള അങ്ങനെ അങ്ങനെ ഈശ്വര ഈശ്വര ഉദിച്ചു വരുന്ന ഭഗവാനെ 10000 പടക്കതിര് ആറന്മാരെ 100 ദേവന്മാരെ ആറന്മാര് 100 ദേവന്മാരും മനം കറുത്ത് മനം കുറിച്ചുണ്ടാക്കിയിരിക്കണേ ഈശ്വര ഈശ്വര ദേവദേവ ഞാനും താനും പരക്കണമെന്ന് ഉള്ളിൽ ചുറ്റൂര് കേട്ടിറക്കും താളം പിടിക്കും ചെമ്മൂര് തെക്കൻ തൃശ്ശൂർ നാട്ടിൽ നിന്ന് പെണ്ണ് വെച്ചിട്ട് കിട്ടാത്ത മഹാപോക്കിരിയ മഹാപോക്കിരിയ സത്യം തിരുവനന്തപുരത്തുണ്ടാക്കിയിരിക്കുന്ന ഈശ്വര ദേവദേവേ ഇടം കൂടം തങ്കുടം തെളിച്ച മണ്ണത്ത് മറിച്ചാത്ത കുന്നത്ത് കുന്നത്ത് അപ്പൊ മണ്ണത്ത് മറിച്ചാത്ത കുന്നത്ത് കുണിച്ചാത്താന്ന് പറയാ മനസ്സിലാകണ്ട തിരിതറി മേടിച്ചിട്ട് നിങ്ങൾ മലയാളത്തിൽ തുടങ്ങില്ലോ എന്താ അവിടെ കൈ വെച്ചിട്ടുണ്ട് അപ്പൊ സത്യം തിരുവനന്തപുരത്തുണ്ടാക്കിയിരിക്കുന്ന ഈശ്വരീശ്വര ദേവദേവേ മൂത്ത ദേവരെ കാടിലെ ഇപ്പൊ കൊല്ലൂര് കാർത്തിയാണ് കൊല്ലൂര് കാർത്തിയാണ് ആ പുല്ലൂര് കാർത്തേന് പകുതിയാണത് ആ സത്യം തിരുവനന്തപുരത്തുണ്ടാക്കിയിരിക്കുന്ന ഈശ്വരീശ്വര ദേവദേവനെ പറയണ ഞാൻ ഈശ്വര ഈശ്വര ഞാനും താനും കരക്കി വന്നതിനെ ഉള്ളിൽ കേട്ടിറങ്ങുന്നതുകൊണ്ട് അമ്മടിക്ക് ചെന്നവര് തെക്കൻ തൃശ്ശൂർ നാട്ടിൽ നിന്ന് കണ്ണു ചോദിച്ചിരിക്കട്ടെ അതാ മഹാപോക്കിരിയെ സത്യം തിരുമത്തുണ്ടാക്കിയിരിക്കുന്ന ഈശ്വരീശ്വര ദേവദേവേ സത്യം തിരുമത്തുണ്ടാക്കിയിരിക്കുന്ന ഈശ്വരീശ്വര ദേവദേവേ ഇതൊക്കെ എന്റെ മുഖത്തിൽ നിന്ന് വിളിക്കുമ്പോ ഇങ്ങനെ കയറി കയറി ഇങ്ങനെ വരുത്താ അപ്പൊ ചുരുക്കരുത് ആ പോക്കിങ് വന്നോളൂ നേരം പോയി അപ്പൊ ഈശ്വര ഈശ്വര ദേവദേവേ മണ്ണ് പൊടി പിടിക്കുന്ന കാരണം പറഞ്ഞ മുന്നിൽ 25 കളിക്ക് കളം വരച്ചിട്ട് 4 കരി എടുത്ത് കബഡി കളിക്കുന്ന മൊത്തന്മാരെല്ലാവര് കളി കഴിഞ്ഞ് പോരാഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന സങ്കടത്ത് ഊതിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പാറ്റും തല്ലി മുക്കി പോയി കയറി പോയി ചത്ത മുത്താ നാളെ നമുക്ക് പോണം. ഇവിടുന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല എന്താ നോക്കോ ഇപ്പെന്താ കറങ്ങാൻ പോകുന്ന ആ നിറച്ച് ആ പട്ടി പിടിച്ചിട്ട് ഈ നേരത്തെ ആളെ ആ പടി താഴ്ത്തി വയ്ക്കൂ താഴ്ത്തി വയ്ക്കറാ ആ അങ്ങനെ പറ്റിക്കാം അപ്പൊ സത്യം മനസ്സിലാക്കിയിരിക്കുന്ന ഈശ്വര ഈശ്വര ദേവദേവേ ഈശ്വര ഈശ്വര ദേവദേവേ
മൂത്തതേറെ കാര്യം പുല്ലൂര് കാര്യം നീ അടക്കളത്ത് കാവലമ്മേ ഏട്ട പോലെ വന്ന് കാത്തു രക്ഷിക്കണേ. കാറ്റാർകാവ് വേലയ്ക്ക് പോയിട്ട് മരംകൊട്ടിന്റെ ഒപ്പം മുടിയാടി കളിക്കുന്ന നേരത്ത് തലേന്ന് വീക്ക് ഊരി പോയിട്ട് നാളെ കേട്ടപ്പത്തില്ലേ സത്യം തിരുമക്കുണ്ടാക്കിയിരിക്കണേ. ഞങ്ങൾക്ക് അറിയില്ല കേട്ടാ. ആ അതിന്റെ ഞാൻ അതിന്റെ മുടി ഒന്നും നമുക്ക് പോവാ. സത്യം തിരുമക്കുണ്ടാക്കിയിരിക്കണേ ശ്രീ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ വിശ്വനാഥി നാളില് പഴഞ്ചക്ക മുറിച്ചിട്ട് മൂത്ത് മുളഞ്ഞ് അറിയില്ലേ. അങ്ങനെ മൂത്ത് മുളഞ്ഞായിട്ട് ആരുടെ മരിച്ച പെണ്ണൂറ്റി കിട്ടുന്നിട്ടാ. ഞാൻ പരിപാടിക്കുന്നു അവിടെ വേറെ ആൾക്കാരെ നോക്കാൻ പറയേ. ആര് ആദ്യം അവന്റെ ഫോണില് നിന്റെ ഫോൺ എടുത്ത് കഴിക്കുന്നതാണ്. എന്നുവെച്ചാൽ എല്ലാവരും ഫോൺ വരുമ്പോ എന്നിട്ട് ഞങ്ങളോട് രാവിലെ ആളിങ്ങനെ വരുമ്പോ ഇങ്ങനെ പോകുമ്പോ എല്ലാവരും ഫോൺ ബെല്ലെടുത്ത് ഇങ്ങനെ അപ്പൊ എന്നിട്ട് ആൾക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല ആറ് ഫോണല്ലത് എല്ലാവരും ഫോണത്. അപ്പൊ ചേട്ടൻ പറഞ്ഞിട്ട് ആ ചേട്ടൻ പറഞ്ഞിട്ട് പറയാ ഇതൊക്കെ വേറൊന്നുമില്ല. അവനൊരു പെണ്ണ് കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഒരാൾക്ക് പെണ്ണ് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. സത്യല്ല ഇവരോട് ചോദിച്ചാൽ ഏതല്ല ഈ കസരുടെ ആക്കികളാണ് കളിക്കാം. ഇവിടെ വന്നിരുന്ന ആൾക്ക് പെട്ടു. ഇപ്പോഴത്തെ കാലത്ത് ഒരാൾക്ക് പെണ്ണ് കിട്ടാന്ന് പറയുന്നത് അപൂർവമാണ്. സത്യല്ലേ അവര് ഭക്ഷണം അതങ്ങനെ ഇതൊക്കെ വേറൊന്നുമില്ല. പെണ്ണ് കഴിച്ചു പോകുമ്പോ ആ പെൺകുട്ടിക്ക് ആ വീട്ടുകാർക്ക് ഒരു ധാരണയുണ്ട്. ചെക്കന് നല്ല പഠിപ്പ് വേണം. അതിനെന്താ അതില്ലല്ലോ. ആ എന്നാ അത് പോട്ടെ. അപ്പൊ ഇതിപ്പം വരെ വെച്ചിട്ടില്ല പോട്ടെ. അപ്പൊ വീണ്ടും അന്വേഷിച്ചില്ലു. അപ്പൊ അവരുടെ വീട്ടുകാർക്ക് ഒരു ധാരണയുണ്ട്. ചെക്കനുള്ള ജോലി വേണം. ഇതിനതില്ല. ഇപ്പൊ അവര് ശരിയായിട്ടുള്ള കാര്യം ഉണ്ടല്ലേ. ആ അത് രാത്രി മാത്രമല്ലോ. എന്താ ചെയ്യാ അങ്ങനെ വേറെ ഒന്നുമില്ല. രാത്രി മാത്രം ഫോണിൽ കാരണം ഒന്ന് പറയാനാണ്. ആ മനസ്സിലായില്ല. അങ്ങനെ അതെ അടുത്ത ആഴ്ച നമ്മുടെ ഇവിടെ നഗരസഭയിൽ മറ്റേ സംഭവമുണ്ട് പൊതുയോഗം. അപ്പൊ നമുക്ക് തേനീച്ച വളർത്തുന്ന കാണിച്ചിട്ടുണ്ട്. സെറ്റക്കണ്ടേ മാസത്തിലെ അപ്പൊ അതെന്തായാലും നോക്കാൻ നോക്കണ്ടോ. അല്ല പിന്നെ അടിപൊളി അയ്യോ ഞാന് ഏകദേശം 4 തിരിയും കണ്ടു. നല്ല കാറ്റ് കൊണ്ടു. ഓ എന്റെ പൊന്നെ ബ്രാല് പോലും പോലെ പാറ്റങ്ങൾ കാറില്ലേ. അങ്ങനെ ഞാൻ അങ്ങനെ കുറിച്ച് പറഞ്ഞതാവല്ലത്. അപ്പൊ ഈശ്വരദേവേ 101 ദിവസം ഉപാസന കഴിഞ്ഞിട്ട് കണ്ടും അറിഞ്ഞും കേട്ട് അട്ടത്ത് കയറി അറില്ലാരെ നല്ല പണിക്ക് സത്യം തിരുമസം ഉണ്ടാക്കി ഈശ്വരദേവദേവേ. കറണ്ട് പോയിരിക്കണ നേരത്തെ ചായ കുടിക്കണ നേരത്തെ നുറുക്കാന്ന് പറഞ്ഞിട്ട് കൊതുക് തീരെ എടുത്ത് നിന്ന് ചത്തുപോയ മൊത്തം സത്യം തിരുമത്തുണ്ടാക്കി ഈശ്വരദേവദേവേ. അങ്ങനെ ഈ നല്ല തറവാട്ടില് ആദ്യം മൂലം ചാടിയിരിക്കണ മുത്തപ്പാരല്ലവരെ സത്യം തിരുമത്തുണ്ടാക്കി. ഓ ഞങ്ങളുടെ മുത്തന്മാരെ കൂടെ എത്തുമ്പോ മൂലം നിൽക്കുമ്പോ താഴ്ത്തുള്ളൂ. അതായത് ഞങ്ങളുടെ മുത്തന്മാരൊക്കെ നല്ല നല്ല മുത്തന്മാരാ. ആ അത് മുത്തപ്പനും അത് മുത്തിനും എന്തായാലും. അപ്പൊ ഈ നല്ല തറവാട്ടില് ആദ്യം മൂലമായിരിക്കണ മുത്തന്മാരെല്ലാവരെയും ഞാൻ പറയാം. അങ്ങനെ സത്യം തിരുമനസ്സുണ്ടാക്കിയിരിക്കണേ ശ്രീശ്വരദേവദേവേ. അപ്പൊ മുത്തപ്പന് കോരിട്ട് അവസാനിപ്പിക്കണം. അതെ ആരോട് ചോദിച്ചിട്ടായിരിക്കും വേറൊന്നല്ല. ഈ ഭക്ഷണം വേറൊന്നും കൂടുതൽ
അതൊക്കെ വിഷമം കാണുമ്പോ ഒന്ന് ഈ തോന്നുന്നത് അങ്ങനെ അങ്ങനെയോ. അപ്പൊ ഈ നല്ല തറവാട്ടിലെ മുത്തക്കാരല്ലേ സത്യം വരുമ്പോൾ അപ്പൊ ഭർത്താവ് വരണമാണ് ഞാൻ എനക്കൊന്നുമില്ലല്ലോ അങ്ങനെ അപ്പൊ അത് എഴുന്നേറ്റ് ഈ ഒന്നുമില്ല ബാലമാണ് സീരിയൽസ് ബാലമാണ് എല്ലാവർക്കും പ്രശ്നമല്ലത് അതൊക്കെ പാടാത്ത ആ ഒരു പ്രശ്നമുണ്ട് എന്നെ മനസ്സിലുണ്ട്. അങ്ങനെ സത്യം തീരുമാനിച്ചുണ്ടാക്കിയിരിക്കണേ ഈശ്വരനാഥ് ഇത് ഏത് പത്തുണ്ട് പഞ്ചസാര കണ്ട പോലെ നോക്കിയത്. അപ്പൊ ഈശ്വര ഈ നല്ല തറവാട്ടില് നല്ലൊരു ദൈവങ്ങളെ സത്യം തീരുമാനിച്ചുണ്ടാക്കിയിരിക്കണേ ഈശ്വര ഈശ്വര ദേവ കട്ടിന്റെ അടിയിലോട്ട് ചേട്ടാ ഈശ്വര ഈശ്വര എന്റെ ഒരു ഗുരുനാഥ് ചൊല്ലി പറഞ്ഞ കാര്യം ഞാൻ നിർത്തോളെ അവിടെ നേരത്തെ മുന്നേ പറയുന്നത് പിന്നെ പറയാതെ പിന്നെ പറയുന്നത് മുന്നേ പറയാതെ മുന്നും പിന്നും പിഴയ്ക്കാതെ ചാരി വരി വെള്ളം പോലെ എന്നൊക്കെ നാളെ വരുമ്പോൾ രണ്ട് കാലത്തിനും വീറിക്കോട്ട് സത്യം തീരുമാനിച്ചുണ്ടാക്കിയിരിക്കണേ അതാണ് കൂടാ ബി സത്യം തീരുമാനിച്ചുണ്ടാക്കിയിരിക്കണേ ശ്രീ ഈശ്വര. അപ്പൊ മുത്തപ്പയോട് കൂടെ അവസാനിപ്പിക്കാണ്. അപ്പൊ ഈശ്വര സത്യം തീരുമാനിച്ചുണ്ടാക്കിയിരിക്കണേ ലോകത്ത് എവിടെ ഇവിടെ വന്നിട്ട് പോകുമ്പോഴുള്ള കാര്യങ്ങൾ പാകിസ്ഥാൻ തോന്നിക്കരുത് എന്നൊക്കെ പണ്ടത്തെ പോലെ ഉണ്ടപ്പോൾ എന്നിട്ട് ഞാൻ അതുപോലെ ഒരു പരിപാടിക്ക് പോയപ്പോ മുത്തപ്പം വന്നിട്ടുണ്ടായിരുന്നു ഒരു ചക്കത്തെ പോട്ടെ പോകാൻ ഏകദേശം ഈ വെളുപ്പിനുള്ളൂ. അപ്പൊ മുത്തപ്പം അങ്ങനല്ല അപ്പൊ അങ്ങനെ അപ്പൊ അവൻ പറയും വണക്കം 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 മക്കളെ എന്നിട്ട് അങ്ങനെ എത്രക്ക് പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇങ്ങനെ നടക്കുക ഇങ്ങനെ നടക്കുക കാണിച്ചെന്ന വണക്കം 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 എന്നിട്ട് ഇങ്ങനത്തെ സംഭവമുണ്ട്. എന്നിട്ട് അത് വേണമെന്നൊക്കെ എന്നിട്ട് ഞങ്ങളുടെ ക്ലബില് വേടന്റെ പാട്ട് വേണമെന്ന് പറഞ്ഞു. ഇതൊക്കെ വേടന്റെ പാട്ട് അവിടെ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പാട്ട് പോയി വേടം വരുന്നേ പാടം വരുന്നേ കൂട്ടി ആളുന്നുണ്ട്. ഇതൊക്കെ അത് ആ വേണമെന്ന് എത്ര മറ്റേ വേണ്ട ഏത് കരയല്ല കടലല്ല കൊണ്ടത് കണ്ണീരല്ല ഓളല്ല കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടാ പഠിക്കാതറിയില്ല. ആ കൂടി വേടന്റെ പാട്ട് വേടം വരുന്നേ കാടം വരുന്നേ ഇത് മാത്രമൊക്കെ ഓർമ്മയുള്ളൂ അങ്ങനത്തെ. അപ്പൊ ഞാൻ അതൊന്നും പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോണില്ലേ. അതെ അപ്പൊ മുത്തപ്പന്റെ പോരിൽ കൂടെ തീർക്കാണ് സത്യം തീരുമാനിച്ചു ഉണ്ടാക്കിയിരിക്കണേ ശ്രീശ്വരാദേവദേവേ ഇങ്ങനെ പുകലൊക്കെ മുണ്ടല്ല അത്. അപ്പൊ മുത്തപ്പന്റെ പോരിട്ട് കഴിഞ്ഞ ചെറിയൊരു പാട്ട് കിട്ടണം. അങ്ങനെ ആ സ്ഥാനത്തേക്ക് ഞാൻ കളക്കണ്ട. അപ്പൊ തെരുപ്പാട്ടാ തെരുപ്പാട്ടാണല്ലോ ഇത് കൊടുക്കുന്നു പോലെയാണല്ലോ ഞാൻ. അപ്പൊ മാനോടും മലയിൽ മലയാടും മലയിൽ നല്ല മലരാകും മലരാകും
ബംഗാളി സോങ്ങോ എന്നിട്ട് ആ വഴിക്ക് പോകണ്ട എന്നിട്ട് ഒരു മിനിറ്റ് ഒരു കാര്യം പറയണ്ട ആ കാര്യം നമുക്ക് കടക്കണ്ടേ എന്നിട്ട് എന്നിട്ട് ഞാൻ എവിടെ നിന്ന് വരുന്നതൊക്കെ പറയണ്ടേ താനിന്നാൻ താനിന്നാണ് തന്നാനേ താനിന്ന താനിന്നാനേ താനിന്നം താനിന്നാണ് തന്നാനേ താനിന്നം താനിന്നാനേ തന്നാനേ താനിന്നം താനിന്നാനേ മണി പൊട്ടുന്നേരം ഗുരുവിന്റെ നാമം ഞാൻ ചൊല്ലിക്കട്ടെ മണികൾ തിരുങ്ങും മാതത്തിൽ പെരുക്കട്ടെ ഗുരുവിൻ മാതത്തിൽ പെരുക്കട്ടെ പാടത്തിന്റെ കരദേശമുണ്ട് കരദേശത്തെ ഗുരുനാഥനാണ് അങ്ങനെ വേറെ ഇവിടെ ഉണ്ട്